പൊതുവെ നമ്മൾ മറ്റൊരാളോട് വലിയ കാര്യങ്ങൾ പറയുകയാണെന്ന് അല്ലെങ്കിൽ വമ്പ് പറയുകയാണെന്ന് ഒരിക്കലും സമ്മതിക്കാറില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കാണാൻ വരുമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളെ കാണാൻ ആരെങ്കിലും വരുമോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കാറില്ലേ? അവരോടൊപ്പം ചേർന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ ഐക്യത്തിൻ്റെ പുതിയ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കും. നാം പൂർണ്ണ മനസ്സോടെ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അതൊക്കെ അവിടെ ഇല്ലേ? ശരി, ലെക്സിസ്, നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. ബേക്കൽ കോട്ടയുടെ പശ്ചാത്തലത്തിലുള്ള ആ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരമ്മ എന്ന വ്യക്തിത്വം മാത്രം സംഭവിക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ എന്നത് കേവലം ഒരു വാക്കിനപ്പുറം വലിയൊരു വികാരമാണ്. അവിടുത്തെ കഠിനമായ കഷ്ടപ്പാടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ എവിടെയോ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടുന്നു. കാറോളിന് പല്ലിലെ ക്യാവിറ്റി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ ജീവിത സാഹചര്യങ്ങളിൽ തീർച്ചയായും കഠിനത നിറഞ്ഞ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ലോപ്പസ് മോഡേൺ എന്ന ആധുനികമായ കാഴ്ചപ്പാടുകളെ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത് എല്ലായിടത്തും കിടിലൻ 3 കഥകളിൽ വീഡിയോ തെളിവോടുകൂടി എനിക്ക് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ നാം കാണാൻ പോകുന്ന കഥകളെല്ലാം കുറച്ച് ഭയങ്കരമായിരിക്കും. അതിനാൽ കുട്ടികളായാലും ഗർഭിണി സ്ത്രീകൾ ആരെങ്കിലും നമ്മോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ട്വിൻസ് കിച്ചണിലെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ പ്രിയപ്പെട്ട ഗോസ്റ്റീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രഭാകരനാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ അത്ഭുതകരമായ സംഭവം എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ചു തന്നത് നമ്മൾ പ്രിയപ്പെട്ട തമ്പി പ്രസന്നയാണ്. പ്രസന്നയുടെ വീട് കൃത്യമായി എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് ചെന്നൈയിലെ 51 ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ വീടെന്ന് പറയുന്നത് തികച്ചും മനോഹരമായ ഒരു സ്വതന്ത്ര വീടാണ്. ഈ വീട്ടിൽ അച്ഛനും അമ്മയും മൂത്ത ചേച്ചിയും പിന്നെ നമ്മുടെ പ്രസന്നയും ഉൾപ്പെടെ ആകെ 4 പേരാണ് സന്തോഷത്തോടെ താമസിക്കുന്നത്. എനിക്ക് അത്യധികം ഖേദമുണ്ട്, ഈ ഭാഗം പൂർണ്ണമായും യാതൊരുവിധ അർത്ഥവും ഉൾക്കൊള്ളാത്തതും പല വിദേശ ഭാഷകളുടെയും അക്ഷരങ്ങളുടെ ഒരു സങ്കര രൂപവുമാണ്. അതിനാൽ തന്നെ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ശരിയായി മനസ്സിലാക്കാനോ മലയാളം ഭാഷയിലേക്ക് കൃത്യമായ രീതിയിൽ വിവർത്തനം ചെയ്യാനോ എനിക്ക് സാധിക്കുന്നില്ല. ദയവായി ശരിയായതും പൂർണ്ണ രൂപത്തിലുള്ളതുമായ ഒരു വാചകം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വളരെ ഖേദമുണ്ട്, ക്ഷമിക്കണം. നൽകിയിട്ടുള്ള ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ഇതിൽ പല വിദേശ ഭാഷകളിലെയും അർത്ഥശൂന്യമായ അക്ഷരക്കൂട്ടുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇത് മലയാളത്തിലേക്ക് ശരിയായ രീതിയിൽ വിവർത്തനം ചെയ്യാനോ എനിക്ക് നിലവിൽ സാധിക്കുന്നില്ല. ദയവായി കൂടുതൽ വ്യക്തതയുള്ളതും പൂർണ്ണവുമായ വിവരങ്ങളോ വാചകങ്ങളോ നൽകിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടി ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആ സമയത്ത് അവരെല്ലാവരും വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു എന്ന് വേണം പറയാൻ. ഏകദേശം 5 മിനിറ്റുകൾക്ക് ശേഷം പ്രസന്ന തൻ്റെ മുറിയിൽ നിന്ന് വളരെ സാവധാനം പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് പ്രസന്നയുടെ അച്ഛൻ തൻ്റെ മകളെ കാത്ത് വലിയ ആശങ്കയോടും പരിഭ്രമത്തോടും കൂടി അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്രയധികം ഉത്കണ്ഠ നിറഞ്ഞു നിന്നിരുന്നു. പ്രസന്ന തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അവൻ 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 2021 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആദ്യമായി മൊട്ടമാടി എന്ന മനോഹരമായ സ്ഥലത്തേക്ക് ഒരു യാത്ര പോയത്. അവിടെ എത്തിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ അവിടെ വെച്ച് സംഭവിക്കുകയുണ്ടായി. അത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അതിനുശേഷം മലയുടെ മുകളിലേക്കുള്ള ആ കഠിനമായ പാതയിലൂടെ യാത്ര തുടരുന്ന സമയത്ത് ആരോ ഒരാൾ ഞങ്ങളോടൊരു പ്രത്യേക കാര്യം ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിലുള്ള ആവേശകരമായ അനുഭവങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും അവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു മൊട്ടമാടിയിലേക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നിലവിൽ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേകമായ കാഴ്ചയും അവസ്ഥയും നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഈ ഒരു നിമിഷത്തിൽ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഉപരിതലവും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും ഇപ്പോൾ ഏത് വിധത്തിലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കിതിലൂടെ വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും അറിവ് നൽകുന്നതുമായ ഒരു വീഡിയോ കാണാം.
ഈ വീഡിയോ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി മുഴുവനായി കണ്ടു തീർക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായും ലളിതമായും വിശദീകരിച്ചു തരുന്നതായിരിക്കും. അതുവരെ ദയവായി സ്ക്രീനിലേക്ക് നോക്കി ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക. ഇത് വെറും കുറച്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ചില ഉള്ളടക്കങ്ങൾ ഞാൻ ചില വീടുകളിൽ വെച്ചിരുന്നു. പക്ഷേ ഞാനത് പുറത്തുവിടാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞാൻ എൻ്റെ വീട് തന്നെ വീണ്ടും ഉപയോഗിച്ച് എൻ്റെ വീഡിയോകൾ എടുത്തു. എങ്ങനെ ഞാൻ ക്യാമറയിൽ പാളിച്ചയില്ലാതെ പങ്കെടുത്തു എന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉയർന്ന നിലവാരത്തിലുള്ള വീഡിയോ കാണിക്കാം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി തുടങ്ങി വോള കെ ഡൈമെൻഷൻ ബീറ്റ് ഗൈസ് കോമ സ്വരചിഹ്നം ആ ലൂസി ഓഡിയൻസ്. കായൽ ആരുമില്ല. അപ്പോൾ രാത്രി കണ്ട ഈ രൂപം ആരുടേതാണ്? ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതേക്കുറിച്ച് താഴെ കമൻറ്റിൽ പറയൂ. ഈ വീഡിയോ തന്നെ ആ തമ്പ് എന്നെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചതിന് ശേഷം ഞാൻ അവനോട് അല്പം വൈകി ഒരു ഓഡിയോ മെസ്സേജ് അയച്ചു. ഇത് കാണുമ്പോൾ എന്തോ ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രോക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ അനാവശ്യമായി നീട്ടിവെക്കുന്ന ആ ഒരു ശീലത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതെന്നും അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ക്രിസ്ത്യനോട് വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഈ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് മറ്റൊരാളോട് ഇത്രയും വ്യക്തമായി തുറന്നു പറയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രോക്രാസ്റ്റിനേഷൻ്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു തീർത്തതിന് ശേഷം ഇതിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ ഷെയറും മറ്റുള്ളവരിലേക്ക് നല്ല അറിവുകൾ എത്തിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. അവൾ അവിടേക്ക് അയച്ചതിന് ശേഷം വളരെ കൃത്യതയോടെ അലുമിനിയം സ്കേറ്റിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം സാപ്പിംഗ് ജോലികൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുകയും പിന്നീട് ആവശ്യമായ ഡ്രഗ്സ് കൃത്യമായ അളവിൽ പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് വേണം പൂർത്തിയാക്കാൻ. ഇതിനായി ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ഘട്ടത്തിലും അതീവ ജാഗ്രത പുലർത്തുന്നത് വഴി മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ഫലം കൃത്യമായി ലഭിക്കുകയുള്ളൂ. അവരുടെ മകൻ കൃഷ്ണയും അവരുടെ അപ്പനും ഇവർ 3 പേരും മാത്രം ഒറ്റയ്ക്കൊരു വാടക വീട്ടിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് അവരുടെ ആശയങ്ങൾ പങ്കുവെച്ച് സൃഷ്ടിപരമായ ചർച്ചകൾ നടത്തി ഒരു ദ്വീപ് കാണുന്നത്, പാചകം ചെയ്യുന്നത്, ഇങ്ങനെ മുഴുവൻ സമയം ചെലവഴിച്ചു. അതിലൂടെ അവരുടെ സൃഷ്ടിപരമായ കഴിവ് വളർന്നു. കൃഷ്ണയ്ക്ക് അതിൽ കൂടുതൽ താല്പര്യം തോന്നി. ഇപ്പം ദിവസങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു. ലോക്ക്ഡൗണിൽ കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഇവരുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാവുമായിരുന്നു. രാത്രിയിൽ ഭയന്ന് ഉണരുന്നവരാണത്രേ. നിങ്ങളുടെ ഉറക്കത്തിൽ എപ്പോഴും എന്തെങ്കിലും വളരെ ഭയാനകമായൊരു ദുസ്വപ്നം വരുന്നു. ഇതിപ്പോൾ പതിവായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലെ ഒരു വീട്ടിനുള്ളിൽ യുദ്ധം നടക്കുന്ന പോലെ. ഒരു വീട്ടിൻ്റെ ഗന്ധത്തിൽ തന്നെ എന്തോ വ്യത്യാസം തോന്നുന്നു. ഞങ്ങൾ ഗന്ധം തന്നെ ശ്രദ്ധിക്കേണ്ടി വന്നു. വളർമതി തൻ്റെ സ്വന്തം മുറിയിൽ വളരെ ശാന്തമായി ഇരുന്നുകൊണ്ട് തൻ്റെ ഹൈദാദ് ജേണലിലെ പ്രധാനപ്പെട്ട കുറിപ്പുകളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി ഹാരി പോട്ടർ വളർമതിയുടെ ആ കുറിപ്പുകളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഗൗരവമായി ശ്രമിച്ചു. ഇതിനുശേഷം രണ്ടാമതായി ആ വലിയ ഹോൾ ബങ്കറിനുള്ളിൽ വച്ച് എന്തോ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം കൃത്യമായി പിടിച്ചെടുക്കാൻ അവർ പരമാവധി ശ്രമിച്ചു നോക്കി. എന്നാൽ നിർഭാഗ്യവശാൽ ആ രസകരമായ ഭാഗം അവർക്ക് ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് വളരെ ചെറിയ ഒന്നായിരുന്നെങ്കിൽ, ഓലാരെ, അവൻ നിങ്ങളുടെ ഉക്കാര രോഹയെ തുറക്കുന്നു. എന്ത് നന്ദി! ഹെഡർ കട്ട് ചെയ്ത് തിരികെ അസാൽട്ട് ചെയ്താൽ നിങ്ങളുടെ റേഞ്ച് പ്ലെയിൻ സമയങ്ങളിൽ സമയം തുറക്കാം. 10 ഗിറിങ്ങറില്ല, എന്നാൽ തീർച്ചയായും നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ നന്ദി പത്രികയോ മൈക്രോഫോൺ വിട്ടുകിട്ടിയോ? ആരോ ഒരാൾ ഉറങ്ങുന്നു. അവർ മുമ്പ് ഇരട്ട പാട്ടി എന്തോ തെറ്റാണ് നടക്കണേന്ന് പറയുന്നു. നീ പറഞ്ഞിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ പാട്ടി എന്ത് ചെയ്യുന്നു എന്നാൽ തെരനേരെ എഴുന്നേറ്റ് പങ്കുട്ട് പൂശി വെച്ച് ഇത് കാലേയും തെരനേയിരിക്കൂ. നിനക്കെന്തോ സമ്മതിക്കില്ല. നീ പാട്ടിക്ക് വിശ്വമഹത്വം. വീട്ടിനകത്ത് പോവെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വിധത്തിൽ പറഞ്ഞാൽ അമേൻസിയൻ വണക്കിയ ആ നിയമത്തെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കുകയാണ്. എന്തോ ഒരു കാരണത്താൽ അവൾ തന്നെയാണത് ചെയ്തത്.
എന്തോ അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി നോക്കിയ സമയത്ത് അവിടെ പറവയിൽ തുണികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ? അതോ പാഠപുസ്തകങ്ങൾ എടുത്ത് കുളിക്കാൻ പോയി എന്തോ ഒരു വലിയ അനിശ്ചിതാവസ്ഥയിലിരുന്ന് പഠിച്ചതാണോ? സിബി ഒരു 5-ാം പിൻ 200 എന്തോ ഒരു നൃത്തം പോലെയാണ് ചെയ്തത്. ഇത് പ്രോട്ടോൺ ചെയ്തത് തന്നെയല്ലേ ഒരാൾക്ക്? ആ അമ്മാടം കുടഞ്ഞ എഴുമേനെ അവിടെ നിന്ന് പൂർണ്ണമായും അടിച്ചു കൊണ്ടുപോയി. അതുപോലെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിൽ നെസങ്കിപ്പോയി കിടക്കുകയാണ് അവിടെ. വളർമതിക്ക് ഒരു വിധത്തിൽ തൻ്റെ കൈകാലുകൾക്കും അതെ ചുണ്ടുകൾക്കും ചലനശേഷി നൽകിക്കൊണ്ട് കിണത്ത് നെറ്റിരിച്ച് പുറത്തേക്ക് ശ്വാസം ഊതിവിട്ടവരാണ് അവർ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഒട്ടും തന്നെ പല്ല് തട്ടാറില്ല. അദ്ദേഹം അല്പം തട്ടിയാൽ പോലും പിച്ചത്തിനെ എടുക്കാൻ ഒരിടവും ബാക്കിയില്ലെന്ന് അർപ്പാടിൻ്റെ മുഖത്ത് അപ്പോൾ വ്യക്തമായിരുന്നു. ചെയ്താർവ എന്ന പ്രശസ്തമായ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ സവരിയായ പ്രശ്നം ഒരു PO പരവായിൽ വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുന്നു. വളർമതി ഇത് നേരിട്ട് കണ്ടു കാട്ടുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ജോലിയും ഒരു സ്ഥാപകൻ എന്ന നിലയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കുകയും ചെയ്തു. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളുടെ മുമ്പിൽ ഈ പാർക്കിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുമെന്നതാണ്. അതെ, ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും വളരെ വിചിത്രമായി തന്നെ തോന്നുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഇതുവരെ കാണാത്ത അത്രയും മനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും ഇവിടേക്കൊന്ന് നോക്കൂ. ഈ അത്ഭുതകരമായ ദൃശ്യം കാണാനുള്ള ഈ സുവർണ അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി ഈ കാഴ്ചയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വേഗം തന്നെ എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ വീഡിയോ ദൃശ്യങ്ങളിൽ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ അതിമനോഹരമായ രാജ്യങ്ങളിലൊന്നായ കൊളംബിയയെക്കുറിച്ചുള്ള വളരെ വിശദമായതും ആകർഷകവുമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രകൃതി ഭംഗിയാലും വൈവിധ്യമാർന്ന സംസ്കാരത്താലും ചരിത്രപരമായ പ്രാധാന്യത്താലും ഏറെ സമ്പന്നമായ ഈ രാജ്യത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൊളംബിയയുടെ പ്രകൃതി രമണീയമായ ഭംഗിയും അവിടുത്തെ ജനങ്ങളുടെ സവിശേഷമായ ജീവിത രീതികളും ഈ ദൃശ്യങ്ങളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു. ഈ വീഡിയോയിലൂടെ കൊളംബിയയുടെ അത്ഭുതകരമായ ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഇതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷേ ഈ വീഡിയോയിൽ ഭയപ്പെടുത്തുന്ന ഈ രൂപം കണ്ടതിന് ശേഷം അവരാ വീട്ടിൽ നിന്ന് ഉടൻ തന്നെ പുറത്തുപോയി എന്നും പേടി കാരണം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയെന്നുമാണ് പറയപ്പെടുന്നത്. നമുക്ക് ഈ വീഡിയോയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കാം. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്താണെന്നും ഇത് സത്യമാണോ എന്നും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം നന്നായി മനസ്സിലാകും. തഹജ്ജുദ് എന്നത് ഒരു നമസ്കാരമാണ്. സാധാരണയായി മുസ്ലിംമാരെല്ലാവരും ഈ നമസ്കാരം ചെയ്യാറുണ്ട്. പുലർച്ചെ എഴുന്നേറ്റ് നമസ്കാരം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പല കഥകളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അർദ്ധരാത്രിയിൽ അത്തരം സമയങ്ങളിൽ അപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ 2 മണിക്ക് 1:30 മണിക്ക് ചിലർക്ക് പ്രശസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ റൈബ് എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു അനുഭവം സംഭവിക്കുന്നു. ചിലർക്ക് ദൈവികമായ അനുഭവങ്ങൾ ലഭിക്കുന്നു, ചിലർക്ക് കുളിച്ച് ശുദ്ധീകരണം ചെയ്യേണ്ടി വരും, ചിലർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ദൈവികമായ അനുഭവങ്ങൾ ലഭിക്കും, ചിലർക്ക് പുതിയ അനുഭവങ്ങൾ ലഭിക്കും, ചിലർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ചിലർക്ക് അതിജീവനം ആവശ്യമാകും, ചിലർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ചിലർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ചിലർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ചിലർക്ക് ലഭിക്കും നിങ്ങൾക്കൊരു നായകനെ പോലെ പ്രശംസയും ലഭിക്കും. ചിലർക്ക് ബട്ടർ പോലുള്ള അനുഭവങ്ങൾ, ചിലർക്ക് വരുമാനം ഒരു 195-ൽ എല്ലാവർക്കും ലഭിക്കും. ചിലർക്ക് വില്ലന്മാരെ പോലെ അനുഭവങ്ങൾ, ചിലർക്ക് അർമിലയുടെ അനുഭവങ്ങൾ കാണാം. ചിലർക്ക് മികച്ചതിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ, ചിലർക്ക് ചിന്തകളിൽ ശുദ്ധിയുണ്ടാകും. ഓരോ ദിവസവും ഇൻ്റർനെറ്റിൽ ഇല്ലാതിരിക്കും. ചിലർക്ക് ക്രിമിനലുകളുടെ അനുഭവങ്ങൾ, ആകാശത്തിൽ നിന്ന് വീണതുപോലുള്ള അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് അറിയാൻ ചിലർക്ക് കഴിയും. എനിക്ക് ഇന്നത്തെ ഈ ഒരു സവിശേഷമായ ദിവസം എന്ന് പറയുന്നത് ഇവിടെ എത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫർക്ക് മനോഹരമായ ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമയം മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിവാഹബന്ധം എന്ന് പറയുന്നത് വെറും ഒരു പേരിന് വേണ്ടി മാത്രം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത്തുപൊരുത്തം എന്നൊക്കെ പറയുന്നത് അവരത് എങ്ങനെയാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. വീട്ടിൽ അത് ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും അവരവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെയും ഇത് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ
ഇപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്നതുപോലെ ഇതേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതെല്ലാം നിയമപരമായും ഔദ്യോഗികമായും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു സമയത്ത് എനിക്ക് കൃത്യമായി സംഭവിച്ചത് ഇതാണ്. ഞാൻ ആ ലൈവ് വീഡിയോ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രവൃത്തിയും ഉപഭോക്താവിൻ്റെ ആവശ്യത്തിനും അറിയപ്പെടുന്ന ചികിത്സയിലും പറയുന്ന കാര്യവും പുറത്തേക്ക് പറയുന്നത് മുൻകാലങ്ങളിലെ വിഷയം. സോ ബാങ്ക്രോണിക്സ് അത്രയൊന്നുമില്ല. സോണപ്പ്, 5ാം പരേഡ്, ഫോട്ടോഗ്രാഫി ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ഡൈവേർട്ട് ക്യാമറ റൂട്ടീനായി മാറിയിരിക്കുന്നു. അതെ, ഇത് കിണറ്റിൽ കുടിക്കുന്നതും കിണറ്റിൽ ര്യൂന്യം ക്വിതനാക മലരകാതനങ്ങളാ ഗിലിറിലൂടെ. രണ്ടും ഓഗസ്റ്റ്. പിന്നെ PS2 1600 വ്യത്യാസങ്ങൾ. ഗിലിറിലൂടെ ഗാൽവിൻ, ജിയോത്ത്, എലിസ്, ലാ. കൃത്യമായതിൻ്റെ ഭാഗമായും നിനക്കായി ഷഡനിൽ ലെവൽ 6 ആക്സ് സൂതിക്കാത്ത എള്ളർപോ റെസ്ലിംഗ് മാൻ. പിന്നെ ഊല് നടഡ് അഡ് ബാസ്റ്റ് കലിംസ്യു വായ് പല വസ്തുക്കൾ. കടലാവി നടിബുട്ട് കീപ്പിംഗ് സ്നൗട്ടാർ മിൽ സ്റ്റാമ്പ്. ഷിലി പവർ. പിന്നെ സ്മെൽഡിയദാന വിരയാർ വസ്തു തനിൽ. ഐനർ ഓൾഡ് ഗോസ് ജനറയോ ഇപ്പോൾ ഈ ചാനൽ പി. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇവരെ ദൂതന്മാരെന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഇത് എവിടെയോ സംസാരിക്കുന്ന അപ്പര്യത്തിൽ വിഷയം സംസാരിക്കുമ്പോൾ ദൂതന്മാരെന്നത് അതിൻ്റെ അന്ത്യമാണ്. അതാണ് സ്നേഹം, അതിൻ്റെ അന്ത്യമാണ്. സംഘത്തിൽ സംസാരിച്ചാൽ ഞാൻ സ്ഥിരമായൊരു രൂപം, ശരീരം, നാം ചക്കാട്ട് സംസാരിക്കുന്ന അപ്പര്യത്തിൽ കേട്ട കുറവ്. ചക്കുറ്റമേ, ചക്കിയിരുന്നാൽ ദൂതന്മാർ ശരീരത്തിൽ. ദൂതന്മാർക്ക് സാധിക്കും. സോൺക്ക് ആവശ്യമായ പെർമിഷൻ ലഭിക്കുന്നില്ല. ആ ഒരു സമയത്താണ് അവർ പറയുന്നത്, ഹേയ്, യഥാർത്ഥത്തിൽ ഈ കഥയുടെ പിന്നിലെ സത്യം, ഇവരുടെ ഈ വലിയ കൂട്ടത്തിൽ എന്താണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ മക്കൾ രാത്രിയോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ചിലർ അവരാണ് നമ്മുടെ ഈ സ്ഥലത്തെ താമസക്കാരായി വരുന്നത്. ശരിക്കും അവിടെ ഓരോ റോളുകൾ ഉണ്ടാകും. നാം ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ നാം ചെയ്യുന്ന മോശം കാര്യങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് ഈ ഒരു സാഹചര്യം. അത് അഥവാ അവർ തീരുമാനിക്കുമല്ലേ. അതേപോലെ തന്നെ മാലക്കുമാർ നമ്മോടൊപ്പം ഇരിക്കും. ഇസ്ലാമിൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകും. പിന്നെ പഴയ രീതിയിലുള്ള ചില സംരക്ഷണങ്ങൾക്കുള്ള വിമർശനം, അപൂർവമായ അലാറങ്ങൾ തെറ്റായവയാണെന്ന് പറയപ്പെടുന്നു. മുഖം കാണിക്കാൻ കാറിൻ്റെ ഒരു 141 മാലക്കുമാർ എടുത്തത്. അതുപോലെ പരമാവധി മേലേക്ക് പോകും. KPY ഓഫലർ മാലർ മാലക്കുമാർ എന്ന് പറയപ്പെടുന്നു. അവർക്ക് ഇരയിവനോട്. ആ സമയത്ത് പക്കത്തേക്ക് ഷോയേട്ടൻ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം തിരുമംഗലം പർമൻ ആ ഒരു മാതിരിയുടെ രൂപം സൂക്ഷ്മമായി നോക്കി തൻ്റെ തല പതുക്കി ഒന്ന് ചലിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കൈകാലുകൾ വൃത്തിയാക്കി കുളി കഴിഞ്ഞ് അവിടേക്ക് നടന്നു വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അപകടം നിറഞ്ഞ മാറ്റമാണ്. ഞാൻ ഇവിടേക്ക് വരാൻ നിങ്ങളുടെ വിധി തന്നെയായിരുന്നു വഴിയൊരുക്കിയത്. പാതകളിൽ നിന്നും പാതകളിലേക്കുള്ള ഈ യാത്രയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ പുതിയൊരു വഴിതിരിവും തലയും തെളിഞ്ഞു വരുന്നു. മിയാവെറു എന്ന ഈ പരിശുദ്ധമായ സ്ഥലത്ത് അൻപടയതോട്ട് ഭാഗത്ത് വസിക്കുന്ന ജനങ്ങൾക്കായി ദൈവത്തിൻ്റെ അതിമനോഹരമായ വചനങ്ങളും സന്ദേശങ്ങളും വളരെ വ്യക്തമായും ആഴത്തിലും ഇവിടെ പ്രഘോഷിക്കപ്പെടുകയാണ്. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അവരുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം പരത്തുമെന്നും നാം വിശ്വസിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഓരോ വാക്കും അത്രമേൽ അർത്ഥവത്തായ രീതിയിൽ എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പഴയ കിണറ്റിനരികിൽ നിന്നിരുന്ന ആൾക്കാരെല്ലാം തമ്മിൽ ഗൗരവമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് 78 കിനിപ്പി ഡെർമിപ്പി പടിപ്പോയൻ ഡിബുജിൻബു വക്കൂമക്ക എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെയുണ്ടായിരുന്നൊരു പയ്യൻ അപ്രതീക്ഷിതമായി എന്തോ കണ്ട് ഭയന്നതുപോലെ ആ കിനാപ്പോളെ മക്കയെക്കുറിച്ചോർത്ത് അവിടേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ആ പയ്യൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ആ ഒരു നിമിഷത്തിൽ ആ കൊട്ടാർ മോയി ദമിത് എന്ന കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പയ്യൻ പാടിന് വളരെ വേഗത്തിൽ തന്നെ പാടി തുടങ്ങി. ഇപ്പോൾ ആ പയ്യൻ ചെയ്യുന്നത് കണ്ടിട്ട് ആ കിണറ്റിനുള്ളിലേക്ക് എടുത്തു ചാടിയവനും അവിടെയുള്ള മേക്കപ്പ് ചെയ്യുന്നവരും ഉൾപ്പെടെ മിക്കവരും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ അവർക്ക് ആ കേൾക്കുന്ന ശബ്ദം ഒരു വലിയ ശബ്ദം പോലെ വിശ്വസിക്കാൻ ഒട്ടും തന്നെ കഴിയുന്നില്ല. അവൻ വളരാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആരോ ഒരാൾ വന്ന് അവനെ ഉറക്കം പിടിച്ച് ഞെരുക്കുന്നത് പോലെയാണ് ഇപ്പോൾ എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഇല്ല, അവിടെ മുട്ടും വളരെ നന്ദി. പൈജാമാസും ധരിച്ച് കുളിയും കഴിഞ്ഞ് 4 യോശിയും എല്ലാവരും അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് തല ശക്തിയായി ഇടിച്ചു. അത് കാണാൻ ജഗിളിൻ്റെ മൂക്ക് പോലെ ഇരിക്കുന്നു. ഇവൻ എല്ലാവരെയും പോയി കണ്ടു. ആ പയ്യൻ അവിടെ തന്നെ ഇരിക്കുന്നു. ഇല്ല സ്ലാല, ആ പയ്യനെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു നിമിഷത്തിൽ ആ പയ്യൻ്റെ തല പെട്ടെന്ന് ഞെരുങ്ങി രക്തം താഴേക്ക് ഒഴുകി. എൻ്റെ ദൈവമേ! അപ്പോൾ തന്നെ അണ്ണൻ ഉറക്കെ വിളിച്ചു. ഞാൻ നിന്നോട് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയാണ്,
ഗോപാലിൻ്റെ തർക്കത്തിലും നീയുമാണ് ആ വോയിസ് ഉച്ചരിക്കുന്നതെന്ന് അവരോട് നേരിട്ട് ചെന്ന് പറയാൻ എവിടെയോ പോയി ഉറപ്പോടെ ഞാനിപ്പോൾ പറയുന്നുണ്ട്. ഇതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് ഇതും കൂടി ഒന്ന് വിശദമായി നോക്കാം. എന്നിട്ട് കൃത്യമായ ഒരു തീരുമാനമെടുക്കാം. നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. പ്രണയമായി വിജയമായി. ഞാൻ എൻ്റെ പ്രണയത്തിൽ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു കുടുംബം, ആ കുടുംബത്തിലെ അമ്മയോ അച്ഛനോ, അവരോടൊപ്പം ഒരു മകൻ, മകനോടൊപ്പം ഭാര്യ, അവർക്കൊരു മനോഹരമായ കുഞ്ഞ്, ഒരു മകൻ. ആ മകനെ 8 മാസം കഴിഞ്ഞു. ഒരു ദിവസം, അതായത് ഈ അന്യനായ ആളിന് എനിക്ക് അയക്കാനാണ് സ്നേഹം. അവരോടൊപ്പം ഭാര്യ. അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മറ്റു കുട്ടികളുടെ സാമീപ്യം അത്രയേറെ ആവശ്യമാണ്. അവൾ നിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അവിടെ ഒരു തീരക്കടൽ തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. അവൾ നിൻ്റെ കുട്ടിയെക്കുറിച്ച് വളരെ കാര്യമായി ചോദിച്ചിട്ടുണ്ട്. അവളുടെ പെൺകുട്ടിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് അവൾ എന്ന് പറയേണ്ടി വരും. പെൺകുട്ടി എന്നോട് ചോദിച്ചത്, അൻപ്, നിൻ്റെ കുഞ്ഞിനെ ഞാൻ എടുത്തു നോക്കാമോ? സന്തോഷം. പല വാർത്തകളും എടുത്തു നോക്കുന്നു. സന്തോഷം. അതാണ് ആദ്യമായി. അതിനുശേഷം അവൾ വിട്ടുപോയി എന്നെ കാണാൻ വീണ്ടും വന്നു. അവർക്കറിയാൻ കഴിയില്ല, ടൈലർമാർ, പുതിയ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഉത്തരമില്ലാതെ, എല്ലാം തീർച്ചയില്ല, എൻഡുറൻസ് കുറവ്, വില കുറവ്. അവനെ ചുറ്റിപ്പറ്റിയുള്ള ആ നിഗൂഢമായ അന്തരീക്ഷം ശരിക്കും ശ്രദ്ധേയമാണ്. അവൻ എപ്പോഴും വളരെ ചിന്താശീലനും ജാഗ്രതയുള്ളവനുമാണ്. അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും ആ സ്ക്വയറുകൾക്കുള്ളിലെ സങ്കീർണമായ നീക്കങ്ങളും നോക്കുമ്പോൾ അവൻ മറ്റുള്ളവരെക്കാൾ എപ്പോഴും 2 ഘട്ടം മുന്നിലാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയാമോ? ആ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നും എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്നും വിശദമായി ഒന്ന് വിവരിക്കാമോ? ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ആവശ്യമാണ്. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കൂ. എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഭീകരമായ യുദ്ധമുഖത്തെ കഠിനമായ ശബ്ദങ്ങൾക്കും നിലവിളികൾക്കും ഇടയിൽ എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന അതിമനോഹരമായ ഒരു സ്വപ്നം പോലെയാണ് ഈ അനുഭവം നമുക്ക് തോന്നുന്നത്. പോരിൻ്റെ ആ കലുഷിതമായ അന്തരീക്ഷത്തിൽ പോലും മനസ്സിന് വലിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് കാതുകളിൽ പതിക്കുന്ന ആ സ്വരം കേൾക്കുമ്പോൾ അത് തീർച്ചയായും പ്രിയപ്പെട്ട കേട്ടിയെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതെ, ആ ശബ്ദത്തിൻ്റെ മാധുര്യവും അതിലെ ആഴമേറിയ ശാന്തതയും ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. വന്നതിന് ശേഷം അത്യന്തം അസാധാരണമായ ഒരവസ്ഥയാണ്. അടുത്ത് 1 മണിക്കൂർ വരെ സംസാരമോ ശബ്ദവും ഇല്ലാതെ ഇവരിപ്പോഴും ഇരിക്കുന്നു. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഡിസംബർ. മരിയുടെയും മറ്റുള്ളവരുടെയും കണ്ണുകളും മുഴുവൻ ദുഃഖത്തിൽ മുങ്ങിയിരിക്കുന്നു. അവരുടെ വാളുകൾ പോലും കയ്യിൽ പിടിച്ചിരിക്കുന്നു. പക്ഷെ അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം. അമ്മയുടെ കാലിൽ പോലും ആശ്വാസമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ കാഴ്ച കണ്ട് ശരിക്കും ഭയന്നു പോയിരിക്കുകയാണ്. ലാമി എന്ന ആ കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊരു സാധാരണ പെരുമാറ്റം മാത്രമാണെന്നാണ് ഡോക്ടർമാരിപ്പോൾ പറയുന്നത്. ആ കുട്ടിയുടെ ശരീരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരിടത്തു പോലും ഒരു തുള്ളി രക്തം പോലും കാണുന്നില്ല. അതെ, ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരിടത്തും ഒരു തുള്ളി രക്തം പോലും കാണുന്നില്ല എന്നത് നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങളുടെ പേരോ അതുമല്ലെങ്കിൽ അവരുടേതായ യഥാർത്ഥ പേരുകളോ ഒരിടത്തും പറയരുത്. ബ്രദർ, നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള വ്യാജമായ പേരുകൾ മാത്രം ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ പറയാനെന്ന് അവൻ എന്നോട് വളരെ ഗൗരവമായി തന്നെ പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇത് എത്രത്തോളം പ്രായോഗികമായി സാധ്യമാണെന്നതിനെക്കുറിച്ച് എനിക്കിപ്പോൾ കൃത്യമായി അറിയില്ല. പക്ഷേ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു തരത്തിലുള്ള വലിയ ഭയം തോന്നുന്നു. ഇതുപോലെയുള്ള ദാരുണമായ ഒരു സാഹചര്യം ഈ ലോകത്ത് ഇനി ഒരു മനുഷ്യനും ഒരിക്കലും സംഭവിക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നെറ്റീസുകളോ 90s ആയിരിക്കും. 2 സംഭവങ്ങൾ പാണ്ഡ്യൻ എന്ന ആളിന് സംഭവിച്ചിട്ടുണ്ടത്രേ. പാണ്ഡ്യൻ്റെ മകൾ തന്നെയാണ്, അതായത് അവൻ്റെ മകളാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഈ കഥ പറഞ്ഞത്. വളരെ ത്രില്ലിംഗ് ആയിരുന്നു. 1890s കാലഘട്ടത്തിൽ സൈക്കിളെടുത്ത് അവളുടെ അച്ഛൻ കുടിച്ചിട്ട് സിനിമ കാണാൻ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു. ഈ ഭാഗം പൂർണ്ണമായും അർത്ഥശൂന്യമായ പദങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്.
ഇതിൽ പല ഭാഷകളിലെ അക്ഷരങ്ങൾ തമ്മിൽ കൂടിക്കലർന്ന് വലിയൊരു അക്ഷരക്കുഴപ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനോ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനോ സാധ്യമല്ല. ഈ കാരണങ്ങളാൽ ഈ ഭാഗം വിവർത്തനം ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം വിനയപൂർവ്വം അറിയിക്കുന്നു. ഇതിലെ ഓരോ വാക്കും അർത്ഥമില്ലാത്തവയായതിനാൽ വിവർത്തന പ്രക്രിയ ഇവിടെ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം കണ്ണിന് മുന്നിൽ വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ നേരിട്ട് കാണുവാൻ സാധിക്കുമോ എന്ന് ദയവായി ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ഇതിനോടുള്ള വലിയ നന്ദിയും കടപ്പാടും പൂർണ്ണമായ മനസ്സോടെ പ്രകടിപ്പിക്കുന്നതിനായി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഈ അത്ഭുതകരമായ കാഴ്ചകൾ കാണുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും വാക്കുകൾക്ക് അതീതമാണ്. അതിനാൽ തന്നെ ആ നന്ദി പ്രകടനം വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഈ നിമിഷം നമുക്ക് മുന്നിൽ തെളിയുന്ന ഓരോ ദൃശ്യങ്ങളും അത്രമേൽ പ്രാധാന്യമുള്ളവയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കണം. ഈ ശബ്ദം കേട്ട ആരായാലും തിരിഞ്ഞു നോക്കേണ്ടതായിരിക്കും എന്ന് തോന്നുമത്രേ. അത്രത്തോളം ഒരു സ്വീറ്റായ അവസരം പിന്നിൽ കേൾക്കൂട്ട. പക്ഷേ പാണ്ഡ്യ പിന്നിൽ തിരിഞ്ഞു നോക്കാറില്ലാത്രേ. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ്റെ അവസരം പിന്നീന്ന് കേൾക്കുമത്രേ. അതുപോലെ തന്നെ ഞാൻ കാണുന്ന കാഴ്ചയിൽ ഞാനുള്ളതായി തോന്നുന്നു. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടം തോന്നും. പക്ഷെ പാണ്ഡ്യ ഒരിക്കലും കോപം കാണിക്കാതെ ഞങ്ങൾ പോലെ തന്നെ മുകളിൽ നിന്ന് ചെയ്യുന്നത് പോലെ അവൻ വീണ്ടും വീണ്ടും കോപം 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 അതുവരെ കൊണ്ടൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചാൽ തന്നെ ആ മോഹിനി പിശാച് വന്ന് ചെകിട്ടത്ത് തന്നെ ആഞ്ഞൊരു അടി കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം അച്ഛനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനാൽ തന്നെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അത് കാണാൻ അവൻ ഒട്ടും തയ്യാറാകില്ലത്രേ. ഇതെന്തായാലും കൊള്ളാം. ഇനി വീട്ടിൽ പോയിട്ട് പുറത്ത് നിന്ന് കൈകൾ കഴുകാൻ അല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്ടർ ടാപ്പാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഞാനിത് വീണ്ടും നിങ്ങളോട് വിശദമായി പറയുമ്പോൾ ഈ റൊജിയൻ ബി പ്രംബങ് എന്തായാലും ഞാൻ ആദ്യം തന്നെ ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ്. മിനിറ്റേന്ന് നമുക്ക് കിട്ടിയിരുന്ന ആ കഫേസ് പ്രശ്നം ഹെലികോപ്റ്റർ ചേഞ്ച് ദുബായുമായി ബന്ധപ്പെട്ടതാണോ എന്നെനിക്കറിയില്ല. തടാടുന്നൊടിയ വളരെ നേരത്തെ തന്നെ പ്രഭാത സമയത്ത് എൻ്റെ മനസ്സിലുള്ള എല്ലാ തോന്നലുകളും വ്യക്തമായി പറയാൻ എനിക്ക് കഴിയും. അധികാലം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ. വീട്ടിന് സമീപം ഒരു മുതിർന്നവനുണ്ടാവും, വലിയവൻ. അവൻ്റെ മകനുണ്ടാകാം. ലേറ്റായി വിവാഹം കഴിച്ച മിസ് കാവറങ്ങി തിരികെ വരുന്നു. ലേറ്റായി വിവാഹം കഴിച്ചവരുടെ കാര്യങ്ങൾ മൂഡാ ക്യൂബ. നിങ്ങൾക്ക് പേയ് പിടിച്ചു. ഇത് ആ ഇറിയലാണ്. ജീൻസ് ഫീഡ്ബാക്ക്. നാടാറെ കൂട്ടുവീട്ടിൽ ടെക്നിക്കൽ. ആ കോളെ ഡ്യൂവ് വിന്നേഴ്സ് ജി ബേൺ ഔട്ട്. വൈസ് പോഡ്കാസ്റ്റ്. കൂട്ടുവീട്ടിൽ എന്ത് പയർ. ഇതിനെക്കുറിച്ചിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും ഇതിൻ്റെ ആഴം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. കമ്മ്യൂണിസത്തിൻ്റെ ആദർശങ്ങൾ എങ്ങനെയാണ് ഇത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതെന്ന് തീർച്ചയായും അത്ഭുതകരമായൊരു കാര്യമാണ്. പരാജയപ്പെടുമ്പോൾ തളരാതെയും വിജയിച്ചതിന് ശേഷം അമിതമായി ആഹ്ലാദിക്കാതെയും പക്വതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ശരിയായ രീതിയിലുള്ള ചിന്താഗതിയും കുറ്റബോധമില്ലാത്തൊരു മനസ്സുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.